ലാസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞ എക്സാമ്പിൾസ് കൊടുത്ത് പറയുവാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ നല്ല ഇംപ്രസീവായിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് സ്റ്റാർ മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിൽ പറയുവാണെങ്കിൽ ആൻസർ ഭയങ്കര ഇംപ്രസീവ് ആയിരിക്കും. നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും മിസ്സാവാതെ നമുക്ക് പറയാനും പറ്റും. STAR, S for situation, T for task, A for action and R for result. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഫോൾ ആയ ഒരു സിനാരിയോ നിങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണ്. ഈ സ്റ്റാർ മെത്തേഡിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോൾ ബെല്ല് കേൾക്കുന്നു, പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ പേഷ്യൻറ്റ് ബെഡിൽ നിന്ന് ഫ്ലോറിൽ വീണ് കിടക്കുന്നതായിട്ട് കാണും. അതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ T എന്ന് പറയുന്നത് ടാസ്ക് മീൻസ് ആ സമയത്ത് നമ്മുടെ ഗോൾ എന്താണ്, അതാണ് T എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സിനാരിയോയിൽ നമ്മുടെ ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻറ്റ് സേഫ് ആണോ എന്ന് കൺഫേം ചെയ്യുക, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ലോങ് ടേമിലേക്ക് ഫർദർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ആണോ അതൊക്കെ എടുക്കുക. അതാണ് നമ്മുടെ ടാസ്ക്. ഇനി A ഫോർ ആക്ഷൻ, അതായത് ഈ സിനാരിയോയിൽ നമ്മൾ എന്ത് ആക്ഷൻ ചെയ്തു. ഇവിടെയാണെങ്കിൽ പേഷ്യൻ്റ് ഇപ്പോൾ ഫ്ലോറിൽ കിടക്കുകയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ എണീപ്പിക്കാൻ നോക്കാതെ നമ്മൾ ഹെഡ് ടു ടോ അസസ് ചെയ്യുന്നു. എന്തെങ്കിലും ബ്ലീഡിങ്ങോ പെയിനോ ഡിഫോമിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പെട്ടെന്ന് അസസ് ചെയ്യുന്നു. എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ പേഷ്യൻ്റ് ട്രാൻസ്ഫർ ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന് മുന്നേ നമ്മൾ കോൾ ബെല്ല് ചെയ്ത് ഹെൽപ്പിന് ആൾ വിളിക്കുന്നു. അപ്പോൾ പേഷ്യൻറ്റ് സേഫ് ടു മൂവ് ടു ദ ബെഡ് ആണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റ് സേഫായിട്ട് മൂവ് ചെയ്യുന്നു. പിന്നെ ഫാമിലി ഇൻഫോം ചെയ്യുന്നു, കെയർ പ്ലാൻ അപ്ഡേറ്റ് ചെയ്യുന്നു, നഴ്സസ് നോട്ട് എഴുതുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫർദർ എന്താണ് അത് ഫോൾ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ചെക്ക് ചെയ്തിട്ട് പിന്നീട് ഫോൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതാണ് നമ്മൾ അവിടെ എടുത്ത ആക്ഷൻ. R എന്ന് പറയുന്നത് റിസൾട്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെയാണ് റിസൾട്ട് ഉണ്ടായത്? പേഷ്യൻറ്റ് സേഫ് ആണ് എന്നുള്ള ഫസ്റ്റ് കാര്യം, ഫർദർ ഫോൾ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾ വെച്ച് കൊടുക്കുമ്പോൾ സ്റ്റാർ മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഇംപ്രസീവ് ആയിരിക്കും നിങ്ങളുടെ ആൻസേഴ്സ്.